അതൊരു തെളിഞ്ഞ പ്രഭാതമായിരുന്നു. അടുക്കളയിൽ നിന്ന് ആവി പറക്കുന്ന പുട്ടിന്റെ ഗന്ധം പരന്നു. ചൂടുള്ള പുട്ടുകുറ്റിയിൽ നിന്ന് തേങ്ങാപ്പീരകളാൽ അലങ്കരിച്ച മൃദുവായ പുട്ടുരുളകൾ പാത്രത്തിലേക്ക് വീണു. അതിനടുത്തായി തൊലിപ്പുറത്ത് മഞ്ഞയും പുള്ളികളുമുള്ള ഒരു പാളയം കോടൻ പഴം ഇരിപ്പുണ്ടായിരുന്നു. പുട്ട് തന്റെ പ്രൗഢിയിൽ അഹങ്കാരിയായിരുന്നു. എന്നെ നോക്കൂ, പുട്ട് സ്വയം പറഞ്ഞു. എന്തൊരു മൃദുലത, എന്തൊരു രുചി! തേങ്ങയുടെ കൂട്ടുചേരൽ എന്നെ കൂടുതൽ സുന്ദരനാക്കുന്നു. ആളുകൾ എന്നെ കഴിക്കാൻ എത്ര ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. പഴം ഇതുകേട്ട് ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. നിങ്ങൾ വളരെ നല്ലവനാണ് പുട്ടേ, പഴം പറഞ്ഞു. പക്ഷേ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും? ചിലപ്പോൾ ഒരു കൂട്ടുവേണം ആ രുചി പൂർണ്ണമാക്കാൻ. പുട്ടിന് പഴം പറഞ്ഞത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കൂട്ടോ? എനിക്കോ? ഞാൻ തനിയെ പൂർണ്ണനാണ്. എന്നെ കഴിക്കാൻ ആരും ഒരു കൂട്ടിനെ ആഗ്രഹിക്കില്ല, പുട്ട് അഹങ്കാരത്തോടെ പറഞ്ഞു. അതുകേട്ട് പഴം ശാന്തമായി തുടർന്നു. ഒരുമിച്ച് ചേരുമ്പോൾ ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ടാവും. നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ നൽകുന്ന രുചിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഒരുമിച്ച് ചേരുമ്പോൾ ലഭിക്കുന്ന രുചി. അവർ തമ്മിലുള്ള സംഭാഷണം ഒരു ചെറിയ കുട്ടിയുടെ ചെവിയിലെത്തി. അവൾക്ക് വിശന്നിരുന്നു. അവൾ പുട്ടിന്റെ ഒരു കഷ്ണം നുള്ളിയെടുത്തു വായിലിട്ടു. നല്ലത്, അവൾ പറഞ്ഞു. എന്നിട്ട് ഒരു പഴമെടുത്ത് കടിച്ചു. ഓ, പഴവും നല്ലത്. പിന്നീട് അവൾ ഒരു പുട്ടിന്റെ കഷ്ണവും ഒരു പഴവും ഒരുമിച്ച് വായിലിട്ടു. അവളുടെ കണ്ണുകൾ വിടർന്നു. ഒരു ചെറിയ ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു. അമ്മേ, ഇത് വളരെ സ്വാദുള്ളതാണ്. പുട്ടും പഴവും ഒരുമിച്ച് കഴിക്കാൻ എന്തു രസമാണെന്നോ, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. പുട്ടും പഴവും ഇത് കേട്ടു. പുട്ട് അത്ഭുതത്തോടെ പഴത്തെ നോക്കി. പഴം പുഞ്ചിരിച്ചു. അപ്പോൾ പുട്ടിന് മനസ്സിലായി താൻ എത്ര തെറ്റിദ്ധരിച്ചുവെന്ന്. തന്റെ രുചിക്ക് ഒരു കൂട്ടുവേണമെന്ന്. നീ പറഞ്ഞത് ശരിയായിരുന്നു പഴമേ, പുട്ട് വിനയത്തോടെ പറഞ്ഞു. ഒറ്റയ്ക്ക് ഞാൻ നല്ലതാണ്, പക്ഷെ നിന്നോടൊപ്പം ചേരുമ്പോൾ ഞാൻ കൂടുതൽ മികച്ചതാകുന്നു. അന്നു മുതൽ പുട്ടും പഴവും ഉറ്റ ചങ്ങാതിമാരായി. ഒരുമയുടെയും യോജിപ്പിന്റെയും പ്രാധാന്യം അവർ പരസ്പരം മനസ്സിലാക്കി. ജീവിതത്തിൽ ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ടെന്നും ഒരുമിച്ച് ചേരുമ്പോൾ അവ കൂടുതൽ മനോഹരമാകുമെന്നും അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.